ഹലോ നമസ്കാരം, എൻ്റെ പേര് വിധു ഹരിദാസ്. എന്നെ പലർക്കും ഈ ചാനലിൽ കൂടെ പരിചയമുണ്ടാവും അല്ലേ. ഞാൻ പല രീതിയിലുള്ള മെൻ്റൽ വെൽനെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താഗതി, പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം, അങ്ങനെ ജീവിതത്തിലെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ പല സൂം സെഷൻസിൻ്റെ റെക്കോർഡിങ്സ് ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലർക്കും അത് യൂസ്ഫുള്ളായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഓൾമോസ്റ്റ് 1 year ആയിട്ട്, ഒരു 8 to 12 months ആയിട്ട് ഞാൻ വീഡിയോസൊന്നും പുതിയത് ചെയ്തിട്ടില്ല, ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പഴയ വീഡിയോ, ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത ഒരു സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഞാൻ ഈ ഗ്യാപ്പ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മെൻ്റൽ വെൽനെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസും ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻ്റൽ വെൽനെസ്സും ഫിസിക്കൽ വെൽനെസ് എന്ന് പറയുന്നത് രണ്ടും ഒരു കോയിനിൻ്റെ 2 വശമാണ്. ഫിസിക്കലി നമ്മൾ വെൽനെസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്തി അല്ലെങ്കിൽ, ഒരിക്കലും നമ്മുടെ മനസ്സിനെ ഹെൽത്തി ആക്കി വെക്കാൻ വലിയ പാടാണ് അല്ലേ. ഒരിക്കലും മനസ്സിൻ്റെ മാത്രം വെൽനെസ്സിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. ശരീരം അതിന് സമ്മതിച്ചില്ലെങ്കിൽ, ഈ ശരീരത്തിനകത്തല്ലേ മനസ്സിരിക്കണം, ഈ ശരീരം അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു മെൻ്റൽ വെൽനെസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അപ്പോൾ മെൻ്റൽ വെൽനെസ്സും ഫിസിക്കൽ വെൽനെസ്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ്. നമ്മളെപ്പോഴും ആൾക്കാരോട് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് വേണം, നമ്മുടെ ജീവിതത്തിലേക്ക് മൊത്തത്തിലുള്ള ഓരോ നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് മാറ്റിക്കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമുക്കൊന്ന് അതിനെപ്പറ്റി ചിന്തിക്കാനല്ല, നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ശ്രദ്ധ പൊയ്ക്കൊണ്ടിരിക്കണം. നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു ആരോഗ്യം ഇല്ലെങ്കിലൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഫിസിക്കൽ വെൽനെസ്സിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ എനിക്കതിനുള്ളൊരു അർഹത വേണം, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു യോഗ്യത വേണം. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പ് എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഡിപ്ലോമ ഇൻ ന്യൂട്രീഷൻ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പഠിത്തവും അതിൻ്റെ തിരക്കുമൊക്കെ ആയിട്ട് ആയിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിനകത്ത് സർട്ടിഫൈഡായി, ഞാനൊരു സ്കില്ലിൻ്റെ സർട്ടിഫിക്കേഷനും അതിനകത്ത് എനിക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ ഇനി എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് വെൽനെസ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ വെൽനെസ്സിനെയും മനസ്സിൻ്റെ വെൽനെസ്സിനെയും ഒരുപോലെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ടിപ്സ് പറഞ്ഞു തരാനായിട്ട് ഉള്ള ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞു തരാനുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് വന്നു. മെൻ്റൽ വെൽനെസ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ പറ്റി എന്നുള്ളത് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് അല്ലേ. നമ്മുടെ ജീവിതാനുഭവം, നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചത് പല കാര്യങ്ങളും, നമ്മൾ കേട്ടേക്കണ പല ക്ലാസ്സുകളും, അറ്റൻഡ് ചെയ്തേക്കണ പലതിനും, അങ്ങനെ പലതും കൂടെ എക്വയർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കണ അറിവുകളാണ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ 1% അവരുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട്, അവർക്ക് അന്നത്തെ ദിവസം 1% അവർക്കൊരു മാറ്റം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, അവരുടെ ചിന്താഗതിയിലും അവരുടെ കാഴ്ചപ്പാടിനകത്തൊക്കെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം. അത് എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പോൾ എനിക്കതങ്ങനെ ആൾക്കാരിലേക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, അവരെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് പോയാൽ അവർക്ക് 1% അവർക്കൊരു ഗുണം അതിൽ നിന്ന് കിട്ടണമെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഫിസിക്കൽ വെൽനെസ് പലപ്പോഴും നമ്മുടെ മെൻ്റൽ വെൽനെസ്സിനെ സ്റ്റേബിളാക്കി കൊണ്ടുവരാനായിട്ട് ഒരു തടസ്സമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ശാരീരിക ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാനസിക ആരോഗ്യം പിടിച്ചു നിർത്തണമെങ്കിൽ എന്ന് മനസ്സിലായപ്പോൾ ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേയധികം ചെറിയ ചെറിയ ടിപ്സ് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നത് ഞാൻ ഈ വീഡിയോസിൽ കൂടെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഒരു 70s 80s ജനിച്ചു വളർന്ന നമ്മളെപ്പോലത്തെ പല ആൾക്കാർക്കും വലിയ തെറ്റില്ലാത്തൊരു ജീവിത രീതിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണങ്ങളും കഴിച്ചിരുന്നു. കാരണം അന്ന് ഇതേപോലത്തെ ജങ്ക് ഫുഡ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നല്ല പച്ചക്കറികളായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നില്ല. നമുക്കൊക്കെ ഈ 40-50 വയസ്സാകുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ശരീരം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ ഈ അടുത്ത ജനറേഷൻ്റെ അവസ്ഥ എന്താ? അവർ യാതൊരു രീതിയിലും നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങിയല്ല പോകുന്നത്. എല്ലാ രീതിയിലും അവർ വിപരീതമായിട്ടുള്ള ഭക്ഷണ രീതി, വിപരീതമായിട്ടുള്ള ഉറക്ക രീതി, ഇതെല്ലാം അവരുടെ സെഡൻറ്ററി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം അവരുടെ ജീവിതത്തിനെയും അവരുടെ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. അവരുടെ ചിന്താഗതി എല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ പല രീതിയിലുള്ള അവരുടെ മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ പല രീതിയിലുള്ള അവരുടെ ദേഷ്യം, അവരുടെ കാഴ്ചപ്പാട്, ആൾക്കാരോടുള്ള സമീപനം എല്ലാം വ്യത്യാസമാണ്. എല്ലാം സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് അല്ലേ. ആസ് എ പാരൻറ്റ്, ആസ് എ വുമൺ, ആസ് എ മദർ, നമ്മൾക്ക് ഓരോരുത്തർക്ക് ഉത്തരവാദിത്വം ഇല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെന്ന്? നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണം, നമ്മൾ വിളമ്പി കൊടുക്കുന്ന ഓരോ പ്ലേറ്റിനകത്തു നിന്നും തുടങ്ങുന്നുണ്ട് അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ടിപ്സ് എന്തുകൊണ്ടിട്ട് ആൾക്കാർക്ക് കൊടുത്തുകൂടാ. നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി, നല്ല രീതിയിലുള്ള ഒരു ഫുഡ് പാറ്റേൺ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും, അതിലൂടെ എങ്ങനെ നമ്മുടെ മെൻ്റൽ വെൽനെസ്സും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുള്ള കുറച്ച് ടിപ്സ്.
ആൾക്കാരിലേക്ക് കൊടുക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി ഞാൻ തിരിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവായിട്ട് റീസ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. എൻ്റെ കൂടെ ഓൾറെഡി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നു. അവരെല്ലാവരും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഓരോ വീഡിയോസും നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് പല മെസ്സേജസ് വരാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ ഹെൽത്ത് ടിപ്സായിട്ട്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ടിപ്സായിട്ട് ഞാൻ വരുന്നതാണ്. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ലൊരു സമൂഹത്തിന്, ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് വാർത്തെടുക്കാൻ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോകത്ത് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. നമ്മുടെ ഓരോ ഭക്ഷണ രീതിയിൽ നിന്ന് നമ്മുടെ ആരോഗ്യ സംരക്ഷണം നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ മാനസിക ആരോഗ്യ സംരക്ഷണം നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ ഹെൽത്ത് ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ താക്കോല് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറേ ടിപ്സായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ഗുണപ്പെട്ടിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്യാം. പുതിയ ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. So thank you. I am Vidhu Haridas, certified nutritionist and physical and mental wellness promoter. See you in my next video. Thank you. Bye.